സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും അക്കാദമികളിലും അർബൻ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭാരത വിരുദ്ധ നിലപാട് പറഞ്ഞ പാകിസ്ഥാൻ ക്രിക്കറ്റർക്ക് മലയാളി സംഘടന നൽകിയ സ്വീകരണം വളരെയധികം വിവാദമായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അക്കാഡമികളിലും സർവകലാശാലകളിലും മറ്റും അർബൻ മാവോയിസ്റ്റ് സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കാഭ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം തിരികെ എത്താം. ആരാണ് ക്ഷണിച്ചത്? ഈ പശ്ചാത്തലത്തിൽ പഹൽഗാമിൻ്റെ കൂടിയുള്ള പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് അഫ്രീദിയെ ക്ഷണിച്ചത്, ആരാണ് ക്ഷണിച്ചത് എന്നുള്ളത് സത്യത്തിൽ സർക്കാർ അന്വേഷിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ അർബൻ നക്സലുകളുടെ അജണ്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചില ഏജൻസികളായി അവരുടെ മുഖമാക്കാൻ വേണ്ടി ഇത്തരം മുൻ വിദ്യാർത്ഥികളുടെ സംഘടനകളോ ചില ഗൾഫിലറിയാം സാംസ്കാരിക സംഘടനകളുണ്ട്. പാർട്ടിയുടെ പേരിലായാലും അലുമിനിയുടെ പേരിലാണെങ്കിലും മറ്റേത് സാംസ്കാരിക സംഘടനകളുടെ പേരിലാണെങ്കിലും ഒക്കെ ഈ തരത്തിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഭീകരവാദികളല്ല കൂടുതൽ അപകടകാരികൾ. ഭീകരവാദികൾക്ക് മാനസിക പിന്തുണ കൊടുക്കുന്ന അത്തരം ആൾക്കാരെ പിന്തുണയ്ക്കുന്ന ഇത്തരം വ്യക്തികളെയും സംഘടനകളെയും തുറന്നു കാണിക്കേണ്ടതുണ്ട്. നിഷ ദിലീപ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഷ, ഈ ഒരു ഘട്ടത്തിൽ ഈ അർബൻ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം അക്കാദമികളിലും മറ്റും ഉണ്ടോ എന്നൊരു സംശയമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കാരണം ഷഹീദ് അഫ്രീദിക്ക് ദുബായിൽ മലയാളി സംഘടന, അതും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഇത്തരത്തിലൊരു വലിയ സ്വീകരണം ഒരുക്കിയത്. കാരണം ഭാരത വിരുദ്ധ നിലപാട് പറഞ്ഞ ഷഹീദ് അഫ്രീദിക്കാണ് ഇത്രയും വലിയൊരു സ്വീകരണം അവിടെ നൽകിയത്. അത് പ്രത്യേകിച്ച് മലയാളികൾ എന്ന് പറയുമ്പോൾ ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ വരുന്നത്. ഇപ്പോൾ അർബൻ മാവോയിസ്റ്റിന്റെ സാന്നിധ്യം സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിലും ഉണ്ടോ എന്ന സംശയമാണ് നിഴലിക്കുന്നത്, അല്ലേ? ദേവിക, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഭാരതത്തെ ഏറ്റവും അധികം അധിക്ഷേപിച്ച മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയെ കുസാറ്റിന്റെ ബിടെക് അലുമിനി അസോസിയേഷനാണ് ദുബായിലെ പാകിസ്ഥാൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥിയായാണ് ഷാഹിദ് അഫ്രീദി ആ ചടങ്ങിൽ പങ്കെടുത്തത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റികളും ഒപ്പം തന്നെ അക്കാദമികളും ഒക്കെ ഇത്തരം അർബൻ മാവോയിസ്റ്റുകൾക്ക് അവരുടെ അജണ്ട നടപ്പാക്കാൻ പറ്റിയ ഇടങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഭാരതത്തെ ഏറ്റവും അധികം അധിക്ഷേപിച്ച വ്യക്തിയെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയിൽ, അലുമിനി അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് ആരാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് തീർച്ചയായും അന്വേഷണം പോകേണ്ടത് തന്നെയാണ്. അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന പല ആളുകളും പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളുമാണ് എന്നതുകൂടിയാണ് ഞെട്ടിക്കുന്ന വിവരം. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതാണ്. അർബൻ മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും അവർ പ്രതിഷേധ കൂട്ടായ്മകളും ഒക്കെ തന്നെ സംഘടിപ്പിക്കാറുണ്ട്. പല വിഷയങ്ങളിൽ അവരുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങളുടെ ലക്ഷ്യം എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വ്യാജ പ്രചാരണം നടത്തി നാഗ്പൂരിൽ അറസ്റ്റിലായ റജാസ് എം സിദ്ദിഖ് അടക്കമുള്ളവർ ഇക്കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. എന്തായാലും നമ്മുടെ യൂണിവേഴ്സിറ്റികളും അക്കാദമികളിലും ഒക്കെ തന്നെ ഈ അർബൻ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആ രീതിയിലുള്ള പരിപാടികളൊക്കെ ഈ അടുത്ത സമയങ്ങളിൽ നടന്നു. അതിൽ ഏറ്റവും വിവാദമായതാണ് ഭാരതത്തെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച മുൻ പാക് ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി ദുബായിലെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. അലുമിനി അസോസിയേഷന്റെ പരിപാടിയാണെങ്കിൽ പോലും ഇത്തരത്തിൽ അർബൻ മാവോയിസ്റ്റുകളുടെ അജണ്ട മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നതാണ് ഈ ചടങ്ങിൻ്റെയൊക്കെ മുഖ്യ ഉദ്ദേശം. അക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഓരോ കോണിൽ നിന്നും ഉയരുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരവധിയാണ്. ഇപ്പോൾ ഈ പരിപാടികൾ അക്കാദമികളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ പൊതു കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള രീതിയിൽ അവരുടെ അജണ്ട നടപ്പാക്കാനായി ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരികയും യൂണിവേഴ്സിറ്റികളും അക്കാദമികളും ഒക്കെ അവരുടെ അജണ്ട നടപ്പാക്കാനുള്ള സ്ഥലങ്ങളായി മാറുകയാണ് എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ദേവിക.